ఏమైంది నీకు ఆరోగ్యం బాగలేదా? పనికి పోలేదు ఈరోజు మళ్ళీ? ఎంతమంది ఉన్నారు మీరు? ప్రైజ్ ద లార్డ్, ప్రైజ్ ద లార్డ్. ఎంతమంది? ఏం చదువుతున్నావు? ఈరోజు ఏం చదివించారు? ఈరోజు ఏం చదివించారు? എൻ്റെ പേര് ആൽഫി. ഇവിടെ അറിയപ്പെടുന്ന ആൽഫി കിടങ്ങെന്നാണ്. നാട് നീലീശ്വരം. ഞാൻ മദർ തെരേസ കോൺവെൻറ്റിൽ 1988 1999 വരെ ഞാൻ മദർ തെരേസ സിസ്റ്ററായിട്ട് വർക്ക് ചെയ്തു. അവിടുന്ന് ഞാൻ 1999 മദർ തെരേസ ശനിപ്പോയി 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കോൺഗ്രിഗേഷൻ ഒരു പ്രത്യേക ദൈവവിളിയായിട്ട് ഞാൻ ഇവിടെ ആന്ധ്ര തെലങ്കാനയിൽ വന്നു. ഞാൻ വരുമ്പോൾ എനിക്ക് 33 വയസ്സ് പ്രായമായിരുന്നു. ഞാൻ സഭയിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് മദർ തെരേസ കോൺവെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമുള്ളൊരു സഭയാണത്. റൂൾസ് ആൻഡ് റെഗുലേഷന് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ആഹ്വാനിച്ച ഒരു വ്യക്തിയാണ്. 1999 മെയ് 23 എൻ്റെ റീജിയണൽ സുപ്പീരിയർ എനിക്ക് കുറച്ച് കറക്ഷൻ തരികയും ഇച്ചിരി സന്തോഷമില്ലാത്ത കുറച്ച് സംസാരങ്ങളോ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാനിങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും അസുഖം വരുന്നത്, എന്താണ് ദൈവം എന്നിൽ നിന്ന് ചോദിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് 23 രാത്രി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ രാത്രി എനിക്ക് സ്വപ്നത്തിൽ ഒരു സ്വപ്നം കണ്ടു. ഒരു വലിയൊരു ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതായിട്ടും അവിടെ എൻ്റെ മുൻപിലായിട്ട് ഒത്തിരി വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന മനുഷ്യർ എൻ്റെ മുമ്പിൽ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ആ പള്ളിയുടെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഒരു സ്വപ്നം കാണാൻ പറ്റിയത്. അത് കണ്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഫസ്റ്റ് എടുത്ത ഡിസിഷൻ എനിക്കിപ്പോൾ തന്നെ വില്ലേജിൽ പോകണം. എനിക്കൊരു പാവപ്പെട്ട വില്ലേജിൽ പോകണം. എനിക്ക് അവിടെ താമസിക്കണം. അവിടെയുള്ള ജനങ്ങളെ എനിക്ക് പ്രിപ്പയർ ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം. അതായിരുന്നു എനിക്ക് കിട്ടിയ മെസ്സേജ്. അന്ന് പിറ്റേ ദിവസം ഞാൻ എൻ്റെ വൗസ് റിന്യൂവൽ ചെയ്തപ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടുന്ന് പോകണം, ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ വില്ലേജിൽ പോകണം, ഞാൻ കർത്താവിന് വേണ്ടി ജനങ്ങളെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് എത്തിക്കണം. ഈ ഒരു എന്താ പറയുക, അത് ഒരു പ്രത്യേകമായ ഒരു പ്രചോദനമായിരുന്നു, ഒരു ഫോഴ്സായിരുന്നു. ഞാൻ എൻ്റെ വയസ്സിനെ ഞാൻ ഗമനിച്ചില്ല, എൻ്റെ അസുഖത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് ഞാൻ രാത്രി കരഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ദൈവത്തോട് ചോദിച്ചത്, എന്താണ് നിൻ്റെ ഉദ്ദേശം, ഈ അസുഖം കൊണ്ട് ഞാൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ടു ബി അവൈലബിൾ ഫോർ പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് അറ്റ് എനി ടൈം. ദാറ്റ് വാസ് ദ മോട്ടോ ഗോഡ് ഗേവ് മീ. ദാറ്റ് വേർഡ് ഐ ഗോട്ട് ഇറ്റ് ഇൻ മൈ മൈൻഡ്. ഞാൻ വില്ലേജിൽ പോയി താമസിച്ചില്ലെങ്കിൽ എനിക്ക് ജനങ്ങൾക്ക് അവൈലബിൾ ആവാൻ പറ്റത്തില്ല. കാരണം എല്ലാ കോൺവെൻറ്റിലെയും ഒരു റൂൾസാണ് 6 മണിയാകുമ്പോൾ അകത്ത് കയറുക, ഗേറ്റ് ലോക്ക് ചെയ്യുക, പിന്നെ പിറ്റേ ദിവസം രാവിലെ 8 മണി കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തേക്ക് വരത്തുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ മദർ തെരേസയുടെ റൂൾസ് അതാണെങ്കിൽ എനിക്കിങ്ങനെ എപ്പോഴും അവൈലബിൾ ആവാൻ പറ്റത്തില്ല. ഇപ്പോൾ രാത്രി ആരെങ്കിലും ക്രൈയിങ് ഫോർ എ പ്രെയർ ഓർ സം ഹെൽപ്പ്, ഐ വോണ്ട് ബി ഏബിൾ ടു കം ഔട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ പുറത്തേക്ക് വരണം, ഞാൻ പുറത്തേക്ക് വന്ന് ജനങ്ങളുടെ ഇടയ്ക്ക് പോയി താമസിക്കണം. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ആ ഉദ്ദേശത്തോടു കൂടെ എൻ്റെ ഈ ആലോചനകൾ എൻ്റെ ബ്രദർ പ്രീസ്റ്റിനോട് ഞാൻ ഷെയർ ചെയ്യുകയും ബ്രദർ പ്രീസ്റ്റ് ഞാൻ വരാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഭുവനേശ്വറിലുള്ള ഹൗസിലേക്ക് വരികയും ഞാൻ എൻ്റെ ബ്രദർ പ്രീസ്റ്റിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഹീ ടോൾഡ് മീ, മോൾക്ക് ഈ ജീവിതം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൾ വീട്ടിലേക്ക് പോരെ, മോൾ അങ്ങനെയുള്ളൊക്കെ ചിന്തിക്കണതിനാ, മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോരെ, നമ്മുടെ വീട്ടിലൊന്ന് താമസിക്കാമല്ലോ, എന്ത് കാര്യത്തിലാണ് അങ്ങനെ പോകുന്നത്, ഈ അസുഖത്തോടുകൂടെ നീ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ ഞാൻ പുറത്തേക്ക് വരത്തില്ല, ഞാൻ വരുന്നത് കേവലം വില്ലേജിൽ ജനങ്ങൾക്ക് അവൈലബിൾ ആവാൻ വേണ്ടി മാത്രമേ ഞാൻ വരുന്നത്, അതിന് ചേട്ടൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ സഭ വിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദെൻ മൈ ബ്രദർ ടോൾഡ് മീ, നിനക്ക് അതാണ് നിൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതേ വിധంగా ഞങ്ങൾ നിനക്ക് നിനക്ക് സഹായം చేస్తామని എൻ്റെ ബ്രദർ പ്രീസ്റ്റ് പറയുകയും ആ ഒരു എൻകറേജ്മെൻറ്റോട് കൂടെ ഞാൻ എൻ്റെ മദർ തെരേസ കോൺവെൻറ്റിൽ തന്നെയുള്ള എൻ്റെ സിസ്റ്ററായിട്ട് സംസാരിക്കുകയും സിസ്റ്റർ അപ്പോൾ ബിഷപ്പ് മൈപ്പൻ പോളിന് ഫോൺ ചെയ്ത് ബിഷപ്പുകാരൻ്റെ അടുത്ത് പെർമിഷൻ വാങ്ങിക്കുകയും അങ്ങനെ ഞാൻ കമ്മൺ ഡൈസിലേക്ക് വരാൻ ചെയ്തിരുന്നു.
ഞാൻ എല്ലാ ദിവസവും അങ്ങനെ വില്ലേജിലേക്ക് ഓരോ വീടുകൾ സന്ദർശിക്കാൻ വേണ്ടി വരും. അപ്പോൾ കൂടുതലും ഞാൻ ഇങ്ങനെയുള്ള അസുഖമുള്ളവരുടെ അടുത്ത് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യും. കാർന്നോമാരുടെ അടുത്ത് അവരോട് ആരോടും സംസാരിക്കാൻ ആളില്ല, മക്കളൊന്നും ഒന്നും നോക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങേര് ഞാൻ വന്ന് 25 വർഷമായി ഈ വില്ലേജിൽ വന്നിട്ട് അന്നോട്ടുള്ള പരിചയമാണ്. ഒരു ഹിന്ദുസാണ്, ഇതുവരെ കൺവേർട്ട് ആയിട്ടില്ല. പക്ഷെ അവർക്ക് കർത്താവിൽ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ പ്രാർത്ഥിച്ച് അവരുടെ അസുഖം മാറുന്നതാണ് ഇപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് എന്നോട്. അവർക്ക് ഭയങ്കര വിശ്വാസം. യേശു ഞങ്ങളെ രക്ഷപ്പെടുത്തും, യേശു ഞങ്ങളെ രക്ഷപ്പെടുത്തും മാത്രമേ അവർ പറയത്തുള്ളൂ. അങ്ങേരുടെ ഒരു സൈഡ് പാരലൈസ്ഡായി. പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ വീണ് ഈ തൊട ഒടിഞ്ഞു. അത് കാരണം ഇപ്പം നടക്കത്തില്ല. എന്നാലും ഇരിക്കാം, ദൈവസഹായം കൊണ്ട് അങ്ങേർക്ക് ഇരിക്കാം. കട്ടിലാണ് എല്ലാം പോകുന്നത്. എല്ലാം ഈ അമ്മയാണ് എല്ലാം നോക്കുന്നത്. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ എല്ലാം അടുത്ത് നിന്ന് നോക്കുന്നത്. ഒരു സ്മെല്ല് പോലും ഇല്ല. എന്ത് നീറ്റായിട്ട് ഇരിക്കണമെന്ന് നോക്കിയാൽ ഏത് സമയത്ത് ആ സമയത്ത് മൂത്രമൊഴിച്ച് മാറ്റുക എല്ലാം ചെയ്യുന്ന ഒരു സ്ത്രീ. റിലീജിയസ് കണ്ട് ഒക്കെ സേവ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ഇവരെ കാണുമ്പോൾ. ഇവിടുത്തെ ഈ വില്ലേജിലെ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർന്നോമാർ വയസ്സായി കഴിഞ്ഞാൽ അവർ നോക്കാൻ മക്കളൊന്നും ശ്രദ്ധിക്കാറില്ല. അവർ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകുമ്പോൾ ഒന്നാമത്തേലും അവർക്ക് പണമില്ല. പിന്നെ അവർക്ക് അവരുടെ ഭാര്യനെയും മക്കളെ നോക്കണം, അതിനെ കാർന്നോമാരെ നോക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവർക്ക് എപ്പോഴും. അപ്പോൾ കാർന്നോമാർ തനിച്ച് വീട്ടിലാക്കിയിട്ട് അവർ പണിക്ക് പോകും. അവർക്ക് എന്ത് സംഭവിക്കണോ എന്താണെന്ന് നോക്കാൻ പോലും ആളുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഡേ ടൈമിൽ വില്ലേജുകളിൽ വന്ന് ഇങ്ങനെ ഓരോ വീടുകളിൽ ആരെയാണ് കിടക്കുന്നത്, ആരെ കിടപ്പ് രോഗിയുണ്ടോ ഇല്ലയെന്ന് ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വില്ലേജുകളിലേക്ക് വരും. ഇവരുടെ മക്കളുണ്ട്, പക്ഷേ ഒരു സഹായവും ഇവർക്കില്ല. ഇവരിപ്പോൾ മുറിക്കാന്ന് പുറത്ത് വരാന്തയിലാണ് കിടത്തിയിരിക്കുന്നത്. ഇവർ കെട്ടിയ വീടാണ്, പണിത വീടാണെങ്കിലും അകത്ത് കിടക്കാനുള്ള ചാൻസ് അവർക്കില്ല. അവരെ പിന്നെ ഒരു ഷെഡ് കെട്ടിയിട്ട് ഷെഡിലേക്ക് മാറ്റി അവിടെ അടുക്കള, സെപ്പറേറ്റ് അടുക്കള. അമ്മ തന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, എല്ലാം അമ്മ നോക്കിക്കൊള്ളണം. മക്കൾ ആ മുറിക്കകത്ത് 2 മുറികളും മക്കൾക്ക് കൊടുത്തിട്ട് കാർന്നവരെയും പതുക്കെ വരാന്തയിലേക്ക് മാറി. പക്ഷെ ഇവർ കെട്ടിയ വീടാണിത്, ഇവർ പണിതേക്കണ വീടാണ്. അയാൾക്ക് എപ്പോഴാണ് കാലും കയ്യും ശോഷിച്ച് അന്ന് തൊട്ട് മക്കൾ 3 വർഷമായി ഇവരിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട്. ഞാൻ ഈ വില്ലേജിൽ പുതിയതായിട്ട് വന്നപ്പോൾ ഇവരുടെ മകനാണ്, 2 ആൺപിള്ളേരുണ്ടായിരുന്നു, ഒരു കൊച്ചനും ഒരു വലിയവനും. അവരാണ് എൻ്റെ കൂടെ വില്ലേജുകളിൽ പ്രാർത്ഥനയ്ക്ക് വരെയും എന്നെ കൊണ്ടു നടന്നത്. അപ്പോൾ ഇവർ പറയാ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും വലിയ സന്തോഷമൊന്നും ഇല്ല എന്ന് പറയുന്ന ഇവർ. എൻ്റെ സന്തോഷമൊക്കെ ഇവരുടെ കൂടെ ജീവിക്കാന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അവർക്ക് అర్థం కాదు అసలు. അത് പറയണ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വന്ന കാരണം ഈ വില്ലേജ് ഡെവലപ്പ് ആയി എന്നവൻ പറയുന്നേ. ഞാൻ ഈ വില്ലേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നടന്നായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. റോഡിൽ കാല് വെച്ച് നടക്കാൻ പോലും പ്ലേസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ എങ്ങനെ നോക്കി നടക്കണം, അല്ലെങ്കിൽ പോയി കുപ്പയിൽ കാല് വയ്ക്കും. അപ്പോൾ റോഡിൽ മുഴുവൻ എല്ലായിടത്തും നമ്പർ 2ഉം കാണുന്നില്ലേ, എല്ലാ ചെത്തയും വിട്ട് ജനങ്ങൾ രാവിലെ 4 മണി തൊട്ട് ആ റോഡിലായിരിക്കും ലൈനിലിരിക്കുക. അതുമാതിരി തന്നെ വൈകിട്ട് 6 മണി കഴിഞ്ഞാലും അവർ റോഡിലേക്കാണ് ബക്കറ്റും പിടിച്ച് വരാം, ഒരു ചെറിയ മഗ്ഗും പിടിച്ച്. അങ്ങനെ ലേഡീസും പിള്ളേരും വന്നിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ നിർത്തണം ഞാൻ. അപ്പോൾ എനിക്ക് അതിൽ കൂടെ നടക്കാനും പോകാനും ബുദ്ധിമുട്ട്. ബസ് റൂട്ട് ഉള്ളതാണ്, ബസ് റൂട്ട് അതിൽ കൂടെ വരുന്നില്ല ഈ ഡയറക്റ്റ് റോഡ് മീതെ ഉള്ള കാരണം. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്ത പണി ഞാൻ അവരോട് കറക്റ്റ് ചെയ്യാൻ നോക്കി. ഒരു രക്ഷയുമില്ല, അവരോട് എത്ര പറഞ്ഞാലും അവരാ റോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഞാൻ അവരോട് പറയുന്നതിലും അതിൽ ഞാൻ ആക്ഷൻ ചെയ്യാം. അപ്പം ഞാൻ അത് എന്നും രാവിലെ വന്ന് ഒരു 7 മണിയാകുമ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ ഞാൻ വന്നിട്ട് റോട്ടിൽ നിന്ന് അത് മുഴുവൻ
ഒരു സ്ലേറ്റിൻ്റെ ഒരു പീസ് എനിക്ക് കിട്ടി അവിടെ അടുത്ത വീട്ടിൽ. അത് കൊണ്ടുപോയിച്ച് അതൊക്കെ എടുത്തിട്ട് ഒരു മൂലയിൽ കുപ്പയിട്ടിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ മണ്ണിടുമായിരുന്നു. അങ്ങനെ മണ്ണിട്ട് കുറച്ച് ദിവസം അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു യൂത്ത് ഗ്രൂപ്പ് എനിക്ക് ഹെൽപ്പിന് വന്നു. ഹിന്ദുസും ക്രിസ്ത്യൻസും മിക്സായ ഒരു യൂത്ത് ഗ്രൂപ്പ്. അവരെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. എന്താണെന്ന് വെച്ചോ പറഞ്ഞു, എനിക്കിവിടെ ഒരു തോടുണ്ടാക്കി തരാൻ പറഞ്ഞു. റോഡിൻ്റെ ഒരു സൈഡിലൊരു തോടുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവരെനിക്കൊരു തോടുണ്ടാക്കി തന്നു. അപ്പോൾ എനിക്കത് എളുപ്പമായി. അപ്പോൾ കാലത്ത് അതിരാവിലെ ഞാൻ വന്നൊരു 7:30 ആകുമ്പോൾ ഞാൻ ഇതൊക്കെ വടിച്ച് ആ തോട്ടിലിടാം. വൈകിട്ടും അങ്ങനെ തന്നെ തോട്ടിലിട്ടിട്ട് ഒരു 4 മണിക്ക് പിള്ളേർ സ്കൂൾ നിർത്തി വന്നു കഴിയുമ്പോൾ അവരെല്ലാവരെയും കൊണ്ടുവന്നിട്ട് റോഡ് മുഴുവൻ അടിച്ച് വെള്ളം ചാണകം കലക്കി വെള്ളം തളിച്ചിട്ട് ഞാൻ പറയുക, എൻ്റെ മാതാവിനെ എൻ്റെ ദൈവത്തിനെ ഞാൻ ഇതിൽ കൂടെ കൊണ്ടുപോകണം, അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യണേ. അപ്പോൾ എന്നെ ഈ ജനങ്ങൾ തെറി പറയും, എന്താണ് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണേ, ഞങ്ങൾക്ക് അത് ഇഷ്ടമാവുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ കർത്താവിനെ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ റോഡ് ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും അവർ വന്നിരിക്കും, ഞാൻ ക്ലീൻ ചെയ്യും, അവർ പിന്നെയും വിരിഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് നിർത്തുന്നില്ല. അപ്പം ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ചേട്ടനും എന്നോട് പറഞ്ഞു, മോൾ എന്തിനാ ഇങ്ങനെയുള്ള പണിക്കൊന്നും പോകണം, ഒന്നും പോകണ്ട, നിൻ്റെ കൈയൊന്നും ചീത്തയാക്കണം, മനുഷ്യർ നല്ലതല്ല, വല്ല കൂടോത്രം ചെയ്ത് നിന്നെ കൊല്ലാൻ നോക്കും. ഞാൻ പറഞ്ഞു, അതൊരിക്കലും സാധിക്കില്ല, അവർക്ക് എന്നെ ആരും ഒന്നും ചെയ്യില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നും ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഒരു സ്ത്രീക്ക് എന്തോ ഒരു സ്വപ്നത്തിലോ ഏതോ ദൈവം പറഞ്ഞു എന്നാണ് പറയുന്നത്, നമ്മൾ എന്നും ആ സിസ്റ്ററെ കൊണ്ട് ഇങ്ങനെ എടുത്ത് കളയിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ പോകും, അതുകൊണ്ട് നമുക്ക് റോട്ടിൽ പോയി ഇരിക്കേണ്ടതിന്. അപ്പോൾ അതിക്ക് മുമ്പ് എന്നെ തെറി പറച്ചിലായിരുന്നു. വരുമ്പോഴൊക്കെ തെറി പറയും. ഞാൻ ഒരു രാവിലെ 4 മണിയാകുമ്പോൾ എനിക്കൊരു ചെറിയ മോപ്പേഡ് ഉണ്ടായിരുന്നു, ലൂണ. ആ ലൂണയായിട്ട് വന്ന് ഞാൻ ലൈറ്റ് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അവരെ അകത്തേക്ക് പോയിട്ട് ഇച്ചിരി എംറ്റി ലാൻഡുണ്ട്, അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു, റോട്ടിലിരിക്കരുത്, അവിടെ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിടാൻ തുടങ്ങി. അപ്പം ഞാൻ മോപ്പേഡ് കൊണ്ട് ലൈറ്റ് കാണിച്ചു കൊടുക്കും അവർക്ക് കടന്നു പോകാൻ വേണ്ടി. അങ്ങനെ എല്ലാ ദിവസവും അതിരാവിലെ പോയി നിന്ന് അവർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ വൈകുന്നേരം 6-7 മണിയാകുമ്പോൾ ഞാൻ 7 മണിയാകുമ്പോൾ ആ റോട്ടിൽ ചെന്ന് നിൽക്കും അവർ പോകുന്നു വരെ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. എന്നിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ അവർക്ക് ക്ലാസ് കൊടുത്തു, നിങ്ങൾ സ്ത്രീകളാണ്. അപ്പോഴത്തേക്ക് ഞാൻ തെലുങ്ക് പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളാണ്, നിങ്ങൾ ഈ ഓപ്പൺ പ്ലേസിൽ നിങ്ങളുടെ നേക്കഡ്നെസ് കാണിച്ചാൽ എന്ത് മോറൽ ലൈഫാണ് നിങ്ങൾ നിങ്ങളുടെ പിള്ളേർക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ക്ലാസ് കൊടുക്കുകയും ആ പിള്ളേരെ അടുത്തെടുക്കുകയും ചെയ്തോടത്തോടെ അവർ പതുക്കെ സ്ലോപ്പ് ചെയ്യാൻ തുടങ്ങി. അവസാനം ഞാൻ പറഞ്ഞു, ഇനി ആരെങ്കിലും ഇരുന്നാൽ അത് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിടും, ഞാൻ എൻ്റെ കൈ കൊണ്ടെടുത്ത് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലിടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിങ്ങൾ ശ്രദ്ധ വെച്ചിട്ട് നിങ്ങളൊരു മെയിൻ റോഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലിടുന്ന് പറഞ്ഞപ്പോൾ പേടി കൊണ്ട് അവർ റോഡിൽ വന്നിരിക്കുന്ന അങ്ങനെ നിർത്തി. അപ്പം ഞാൻ അവർക്ക് വീടുകളിൽ ടോയ്ലറ്റ് കെട്ടാൻ വേണ്ടി ഞാൻ സഹായം ചെയ്തു. അങ്ങനെ അവരുടെ വീടുകളിൽ തന്നെ ടോയ്ലറ്റ് കെട്ടി ഗവൺമെൻറ്റായിട്ട് സംസാരിച്ചു. അങ്ങനെ അവരെല്ലാ വീടുകളിലും ടോയ്ലറ്റ് പണിതു. ഇപ്പോൾ ആരും റോട്ടിൽ, ആ ഒരു വില്ലേജിൽ ആരും റോട്ടിൽ വന്ന് നമ്പർ 2 ഇരിക്കുന്നില്ല. അങ്ങനെ അത് ശുദ്ധിയായി, ആ പ്ലേസ് എല്ലാം ശുദ്ധിയായി. അങ്ങനെ ആ വില്ലേജിലെ ഹിന്ദു, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് എല്ലാവരും എൻ്റെ സ്വന്തം മനുഷ്യരായി. അപ്പോൾ എൻ്റെ ജന്മം ഇതാടിപ്പോൾ ബോണക്കല്ല. ഞാൻ 25 വർഷമായി ഈ പ്ലേസിൽ വന്നിട്ട് 25 വർഷമായിട്ടും എന്നെ സ്വന്തം ഒരമ്മയെ പോലെ അവരെന്നെ കൊണ്ടു നടക്കുന്നു. ഇവിടെ ബോണക്കലിൽ ഒരു പള്ളി, വിജനമായ ഒരു സ്ഥലത്തൊരു പള്ളിയുണ്ട്. അവിടെ പള്ളിയിൽ അച്ഛൻ എപ്പോഴും ഒരു ആഴ്ചയിൽ കുർബാന ചെല്ലിയെങ്കിലും ഇവർക്ക് ആ ശരിയായ വിശ്വാസം ഉണ്ടായിരുന്നില്ല. വീടുകളിൽ എല്ലായിടത്തും മന്ത്രത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയും പൂജ ചെയ്യുകയും അവരുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ അടക്കുകയും അതിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുക, അതിൽ കുങ്കുമം ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യരായിരുന്നു അവിടെ. ഒരു വിധത്തിലും എനിക്ക് അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ എല്ലാവരും തുണി നെയ്യുന്ന ആളുകളാണ്. എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല. അവിടെ തമിഴും തെലുഗും കൂട്ടിയാണ് സംസാരിക്കുന്നത്. എനിക്ക് തമിഴ് അറിയത്തില്ല. തെലുഗു എനിക്ക് 1-2 വാക്കേ പറയാൻ കിട്ടത്തുള്ളായിരുന്നു. എങ്കിലും ഞാൻ മലയാളം തമിഴ് മിക്സ് ആവുന്നതുകൊണ്ട് കുറച്ച് മലയാളമൊക്കെ കൽപ്പി ഞാൻ സംസാരിച്ച് അങ്ങനെ ആ വില്ലേജിൽ താമസിക്കാൻ തുടങ്ങി. അവിടെ അടുത്ത് വീടുകളോ ഒന്നുമില്ല, എല്ലാം കുറ്റിക്കാടുകൾ, നക്സലേറ്റ്സിൻ്റെ ഏരിയ. അങ്ങനെയുള്ള പള്ളിയിൽ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് എൻ്റെ കയ്യിലൊരു ഹോൺ തന്നു. ആ ഹോൺ അടിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഹോൺ അടിക്കുക, അപ്പോൾ ആരെങ്കിലും റോട്ടിലുണ്ടെങ്കിൽ അവരൊന്ന് സഹായം ചെയ്യും. ഇതാണ് അച്ഛൻ എന്നോട് പറഞ്ഞ വാക്ക്. രാത്രിയും പകലും പേടി കൊണ്ട് രാത്രി കഴിച്ചു കൂട്ടും.
പകൽ ഞാൻ വില്ലേജിലേക്ക് നടന്ന് 2 കിലോമീറ്റർ അകത്തേക്ക് പോകണം വില്ലേജിന്. റോഡ് ശരിക്കുള്ള റോഡല്ല, ആ റോട്ടിൽ കൂടെ നടന്ന് ഞാൻ വില്ലേജിലേക്ക് പോവുകയും അവരോട് എന്താ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ലാംഗ്വേജ് ഇല്ല. ഒള്ളി നിൻ്റെ പേരെന്താണ്, എവിടെയാണ് വീട്, ഇത്രയും മാത്രമേ എനിക്ക് ചോദിക്കാൻ അറിയത്തുള്ളൂ. അങ്ങനെ ഞാൻ ആ വില്ലേജിൽ എൻ്ററായി. അവിടെയുള്ള കുഞ്ഞു മക്കൾ എൻ്റെ ചുറ്റും ഈ ഡ്രസ്സ് കണ്ടിട്ട് അവർക്ക് ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് അവർക്കൊരു സംശയം. എൻ്റെ കുരിശ് കാണുമ്പോൾ അവർക്കറിയാം ഞാൻ ക്രിസ്ത്യനാണ്. അങ്ങനെ എൻ്റെ അടുത്ത് ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും പ്രാർത്ഥന ചെയ്യാൻ വരാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് വേണ്ടി ചെറിയ കണ്ണടച്ച് കൈ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്നും വായിക്കൊണ്ട് പറയാറില്ല, കാരണം എനിക്ക് ഭാഷ അറിയില്ല, ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അവരുടെ ഭാഷയിൽ. അപ്പം എൻ്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം ആ ദിവസങ്ങളിൽ എന്നെ ശരിക്കും യൂസ് ചെയ്തു. എനിക്ക് ഒരു അസുഖം വന്നത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അന്ന് തൊട്ട്. എൻ്റെ അസുഖങ്ങൾ മാറിയോന്ന് എനിക്ക് തോന്നി. എന്നും നടന്ന് വില്ലേജിൽ പോകും, അവിടെ കുറച്ച് നേരം ഇരിക്കും വരാന്തയിൽ. അത് കഴിഞ്ഞ് കുഞ്ഞു പിള്ളേരെ കൊണ്ട് ഓരോ വീടുകൾ കയറി നടക്കും, പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആ വില്ലേജിൽ പോയി താമസിച്ചാലേ എനിക്ക് ഞാൻ ചെയ്യുന്ന പണി പൂർത്തിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ സ്പെഷ്യൽ പെർമിഷൻ പിതാവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ആ വില്ലേജിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ എൻ്റെ പാരിഷ് പ്രീസ്റ്റ് പറഞ്ഞു, മോളെ ആ വില്ലേജിൽ മന്ത്രവാദവും കൂടോത്രം ഒക്കെ ഉണ്ട്, നീ ആരുടെയും വീട്ടിൽ നിന്നൊന്നും കഴിക്കരുത്. പിന്നെ നിനക്ക് എന്തെങ്കിലും വന്നാൽ നീ എന്നെ ഇൻഫോം ചെയ്യാൻ അവിടെ ഒരു ഫോണില്ല, നീ എങ്ങനെ എന്നെ കാര്യങ്ങൾ ഇൻഫോം ചെയ്യും, നിനക്ക് എന്തെങ്കിലും വന്നാൽ ആരാ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, പിതാവേ അച്ഛനെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അച്ഛനെന്നെ വന്ന് കണ്ടുവെച്ചുമ്പോൾ ഞാൻ വില്ലേജിൽ തന്നെ താമസിക്കുന്നുള്ളൂ, എനിക്കൊന്നും സംഭവിക്കില്ല, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വില്ലേജിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചു. അപ്പോൾ പെർമിഷൻ തന്നു. അപ്പം ഞാൻ വില്ലേജിലൊരു വീട് വേണ്ടി ഒരു റെൻറ്റിനൊരു റൂം ചോദിച്ചുകൊണ്ട് നടന്നപ്പോൾ എനിക്ക് ആരും വീട് തന്നില്ല. ഒരു സ്ത്രീ ഒരു റൂം തന്നു. പക്ഷേ ആ റൂം സിമൻറ്റ് വയ്ക്കുന്ന റൂം, അവിടെ ഒരു ചെറിയ കട്ടിലിട്ട് തന്നിട്ട്, മോൾ ഇവിടെ കിടന്നോ, എനിക്ക് ദിവസം 20 രൂപ തന്നാൽ മതി, പിന്നെ എൻ്റെ മോൻ ഇടയ്ക്കൊക്കെ രാത്രി വരും, അവന് കിടക്കാൻ വേണ്ടി സമ്മതിക്കണം. ഇത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാനിവിടെ കിടക്കത്തില്ല, എനിക്ക് തനിച്ചൊരു മുറിയാണെങ്കിൽ ഞാൻ കിടക്കാം, അങ്ങനെ മോനൊക്കെ വന്ന് കിടക്കുന്നതാണെങ്കിൽ ഞാൻ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വേറൊരു വീട് കണ്ടു. ആ വീട്ടിലാണെങ്കിൽ കോമ്പൗണ്ട് വാളുണ്ട്, ഒരു ഹാൻഡിക്യാപ്ഡ് കൊച്ചുണ്ട്. ആ കൊച്ചിനെ കണ്ടുവച്ച് ഞാൻ ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ ഒരു റൂം എനിക്ക് വാടകയ്ക്ക് തരാമോ, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പൈസ തരാം, 100 രൂപ മാസം തരാം, എനിക്ക് വാടകയ്ക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ റൂം നിനക്ക് തരാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾക്കുള്ളത് ഈ ഒരു റൂം മാത്രമേ ഉള്ളൂ, അതിൽ ഞങ്ങൾ അരി വെച്ചിരിക്കുന്നതല്ലേ, ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ വയ്ക്കും, ചെറിയ ഷെഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ എലിയും കാര്യങ്ങളുമാണ്, അവിടെ വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് റൂം തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. റൂം തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. കാരണം ആ ഒരു വീട്ടിൽ മാത്രമേ ടോയ്ലറ്റ് ഉള്ളൂ, ആ ഒരു വീട്ടിൽ മാത്രമേ കോമ്പൗണ്ട് വാളുള്ളൂ, എനിക്ക് ഇച്ചിരി ഹെൽപ്പുള്ളത് അവർ മാത്രമേ ഉള്ളൂ. അവിടുത്തെ കൊച്ചിന് ഇച്ചിരി 1-2 വേർഡ് ഇംഗ്ലീഷ് അറിയാം, ഹാൻഡിക്യാപ്ഡ് ചൈൽഡിന്, അത് വേറെ സ്കൂളിൽ പഠിച്ചതുകൊണ്ട്, ഹാൻഡിക്യാപ്ഡ് സ്കൂളിൽ പഠിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് അവരുടെ ഹസ്ബൻഡിന് പനിയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒരു പണി ചെയ്യാവോ, എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ല, പനിയായിട്ട് വിറച്ച് കിടക്കാണ്, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അമ്മ എന്നാണ് വിളിച്ചത്. അവർ സിസ്റ്റർ എന്നാകുമ്പോൾ അവർക്ക് അറിയില്ല, അവരെന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ പോയി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പാരസിറ്റാമോളും ഒരു വിറ്റാമിൻ ടാബ്ലറ്റും ഞാൻ കൊടുത്തോളൂ. 5 ദിവസമായിട്ട് പാരസിറ്റാമോൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആക്കടെ പനി പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഈ മരുന്ന് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ഒരു അത്ഭുതം ചെയ്യണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അയാൾക്ക് ആ മരുന്ന് കൊടുത്തു. അയാൾ അന്ന് ഞാൻ പോയതിൻ്റെ പിന്നാലെ അയാൾ എഴുന്നേറ്റ്, അയാളുടെ അസുഖങ്ങളൊക്കെ മാറി, അയാൾ ഭക്ഷണം കഴിച്ചു. 5 ദിവസം കഴിഞ്ഞിട്ട് അയാൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അതേ വില്ലേജിൽ നടന്നുകൊണ്ട് വന്നപ്പോൾ അവരെന്നോട് എന്നെ അന്വേഷിച്ച് ഓടി വന്നു, അമ്മേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്താണ് മോളെ? അപ്പോൾ എൻ്റെ കാലയിൽ വന്ന് പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ എൻ്റെ കാലിൽ പിടിക്കുന്നത്, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അമ്മ എൻ്റെ വീട്ടിലൊരു ദേവതയായിട്ട് വന്ന് താമസിച്ചാൽ മതി, എനിക്കൊരു 10 പൈസ വേണ്ട, അമ്മ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഇന്നലെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, 5 ദിവസം വരെ എഴുന്നേക്കാതിരുന്ന എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിച്ചു, ഇപ്പോൾ അയാൾ ഇധികം ജോലിക്ക് പോയി, അതുകൊണ്ട് അമ്മ എൻ്റെ വീട്ടിലൊരു ദേവതയായിട്ട് നിന്നാൽ മതി, ഞങ്ങൾക്ക് പൈസ വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ റേഷൻ ഷോപ്പ് വേറെ സ്ഥലത്തേക്ക് മാറ്റിക്കോളാം. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അത്ഭുതമാണ് അവിടെ നടത്തിയത്. ദൈവം, എൻ്റെ കഴിവല്ല, ദൈവം എന്നെ ആ ഹൗസിൽ നിർത്തണമെന്ന് ദൈവം തോന്നിച്ചു, അതിനുവേണ്ടി എന്നെ ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ആ ഹൗസിലേക്ക് പോയി അവിടെ താമസം തുടങ്ങി. അവിടുന്ന് ജനങ്ങൾ അറിയാൻ തുടങ്ങി, ഈ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാണ്, ഈ അമ്മയുടെ അടുത്ത് പോയി നമ്മുടെ അസുഖം മാറും, അമ്മ നമ്മളെ നോക്കുന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. അങ്ങനെ
പ്രാർത്ഥനയിലൂടെ ഞാൻ ജനങ്ങളെ നേടിയെടുത്തു. తుఫానులు చెలరేగగా మాట మాత్రం సెలవీయగ నిమ్మలమాయినుగా. హోరుగాలులు వీచగా తుఫానులు చెలరేగగా మాట మాత్రం సెలవీయగ నిమ్మలమాయినుగా. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ഒരു 12 ശിഷ്യന്മാരെയാണ് ദൈവം തന്നെ. ആദ്യം 12 ശിഷ്യന്മാരെന്ന് പറഞ്ഞ ഒരു 3 കാറ്റഗിസ്റ്റും ബാക്കിയുള്ളത് വില്ലേജിലെ യൂത്ത് ഗ്രൂപ്പ്. അവർ എല്ലാ ദിവസവും വൈകുന്നേരം കോളേജിൽ പോയിട്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് ചായയും കുടിച്ച് ഞങ്ങളെല്ലാവരും സൈക്കിളിൻ്റെ പുറകിലിരുന്ന്, ഞാൻ അവരുടെ സൈക്കിളിൻ്റെ പുറകിലിരുന്ന് തനിച്ച് വില്ലേജുകളിൽ പ്രയറിന് ജവമാല ചെയ്യാനൊക്കെ പോകും. എന്നിട്ട് രാത്രി 1 മണി ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വില്ലേജുകളിൽ, ഒത്തിരി ദൂരമുള്ള വില്ലേജുകളിൽ പോയി പ്രയറും ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. അപ്പോൾ 20 കിലോമീറ്റർ ദൂരമാണ് ഞങ്ങളുടെ ലാസ്റ്റ് വില്ലേജ്. അത്രയും ദൂരം ഞങ്ങൾ സൈക്കിളിൽ പോകും പാടത്തേക്കൂടെയൊക്കെ. വൈകുന്നേരം എല്ലാ വീടുകളിലും സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയിട്ട് വൈകുന്നേരം അവരോടൊപ്പം ഞാൻ തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഈ സൈക്കിളിൻ്റെ പുറകിലിരുന്ന് പോയുമ്പോൾ ഒത്തിരി അസുഖം വരില്ലേ സിസ്റ്റർ, ഏതായാലും ലൂണ പഠിച്ചോളാൻ പറഞ്ഞ് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ആ കാർന്നോർ എനിക്കൊരു ചെറിയ ലൂണ വാങ്ങിച്ചു തന്നു. ആ ലൂണ എന്നെ കാർന്നോരുടെ മകൻ തന്നെ എന്നെ ലൂണ ഓടിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ആ ലൂണയിൽ ഞാൻ വില്ലേജിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ബിഷപ്പുകാരെന്നോട് നിൻ്റെ കൂടെ ആരെങ്കിലും പിള്ളേരെ ചേരാൻ ഇഷ്ടമുണ്ട്, അവരെ എടുത്തിട്ട് ഒരു കമ്മ്യൂണിറ്റി അല്ലാതെ ജീവിക്കുക സിസ്റ്റർ, ഈ വർക്ക് ഡെവലപ്പ് ചെയ്യണം, നീ തനിച്ച് ഇത് ചത്തുപോകരുത്, നിൻ്റെ കൂടെ ഒരു 3-4 പേരെ എടുത്തിട്ട് ഈ വർക്കിനെ കണ്ടിന്യൂ ചെയ്യാൻ ബിഷപ്പ് ആഹ്വാനിച്ചായിരുന്നു. അതനുസരിച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് മെമ്പറിനെ ഞാൻ സ്വീകരിച്ചു. ഇവിടെ കമ്മത്ത് തന്നെയുള്ള ആളാണ്. ഞാനൊരു 25 വർഷം മുമ്പ് ഈ ബോണക്കൽ മണ്ഡലത്തിൽ വന്നിട്ട് ചിരുനാമല എന്ന് പറയുന്ന വില്ലേജിലായിരുന്നു എൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആ വില്ലേജിൽ നിന്ന് ഞാൻ ഈ മണ്ഡലത്തിലുള്ള എല്ലാ വില്ലേജുകളിലും ഞാൻ വിസിറ്റ് ചെയ്ത് അവിടെയുള്ള TB HIV സഫർ ചെയ്യുന്ന പേഷ്യൻസിനെ അന്വേഷിക്കുമായിരുന്നു. ആ സമയത്ത് അവരുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ മിക്ക വീടുകളിലും തന്നെ മെൻ്റലി റിട്ടാർഡ് പിള്ളേരുള്ളതായിട്ട് ഞാൻ കണ്ടു. അവരെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുക, അത് കണ്ടപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം എന്നിൽ കയറി. അങ്ങനെയാണ് ഞാൻ ബിഷപ്പ് മൈപ്പൻ പോളിനെ റിക്വസ്റ്റ് ചെയ്തു. തൻ്റെ കാരണം എനിക്കിങ്ങനെ ഈ ഇല്ലാണ്ടുള്ള പിള്ളേർക്ക്, അതായത് ഈ മാനസിക വികലാംഗരായിട്ടുള്ള പിള്ളേർക്ക് ഒരു ഹോം സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സർവീസ് അതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പ് അതിനെ എഗ്രി ചെയ്തു. ആദ്യം പറഞ്ഞു, നീ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ആരും നിൻ്റെ കൂടെ ജോയിൻ ആവില്ല, കോൺഗ്രിഗേഷൻ ഒരിക്കലും ഡെവലപ്പ് ആവില്ല, നിനക്കത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ. അതായിരുന്നു ബിഷപ്പ് ഫസ്റ്റ് പറഞ്ഞ വാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും ആ സർവീസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എൻ്റെ കൂടെ ആ സർവീസ് ചെയ്യും, അല്ലാത്തവർ ഇവാഞ്ചലൈസേഷന് വേണ്ടി പോകും. അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഞാൻ അന്ന് നമുക്ക് സ്ഥലമില്ല, നമുക്കൊരു ഹോം പണിയാനുള്ള സ്ഥലം, ഞാൻ വല്ലവരുടെയും വീടുകളിലായിരുന്നുള്ള താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ ആശ ബിഷപ്പിനോട് പറഞ്ഞത്. അപ്പോൾ ബിഷപ്പ് ലാൻഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഇവിടെ അന്വേഷിച്ചെങ്കിലും പുള്ളിയൊന്നും വാങ്ങിച്ചു തന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇവിടെയുള്ള MROനെ കണ്ടു. MROനെ കണ്ട് ഒത്തിരി ലാൻഡ് ഇങ്ങനെ ചെടികളും കുറ്റിക്കാടുകളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു പീസ് ലാൻഡ് എനിക്ക് തന്നാൽ ഞാൻ ഇങ്ങനെയുള്ള മാനസികമായിട്ട് വികലാംഗരായിട്ടുള്ള പിള്ളേർ, അതായത് മെൻ്റലി ചലഞ്ചഡ് പിള്ളേർക്ക് സർവീസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആ മാഡംകാരെന്നോട് കളക്ടറിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് അന്നുണ്ട് അരവിന്ദ് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു കളക്ടറായിരുന്നു കമ്മത്ത് ഇൻചാർജ്. അപ്പോൾ ആ കളക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ കളക്ടർ വേഗം നോ പ്രോബ്ലം സിസ്റ്റർ, നിനക്ക് 2 ഏക്കേഴ്സ് ലാൻഡ് ഞാൻ അലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ഏക്കേഴ്സ് ലാൻഡ് കളക്ടർ അലോട്ട് ചെയ്തെങ്കിലും
ഒബ്ജക്ഷൻ കാരണം കൊണ്ട് എനിക്ക് 1 ഏക്കർ സ്ഥലമാണ് കിട്ടിയത്. അങ്ങനെ ഈ സ്ഥലം ഗവൺമെൻറ് തന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഒത്തിരി പിള്ളേരെ വില്ലേജുകളിൽ നിന്ന് ഒരു കൊച്ചുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഇവിടെ 1073 പിള്ളേർ ഇവിടെ ഉണ്ട്. നമ്മളൊരു 600 പിള്ളേർക്ക് സർവീസ് ചെയ്തു. ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ. 25 വർഷം 18 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമോള് 2009 എൻ്റെ അടുത്തേക്ക് വരുന്നത്. അന്ന് കൊച്ചിന് 1.5 വയസ്സേ ഉള്ളൂ. അവൾക്ക് അന്ന് ഒന്നും എന്താ അമ്മ എന്ന് പറയാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഉള്ളിൽ കരച്ചിൽ മാത്രം. വായലൊരു പീക്ക വിട്ടിട്ടാണ് വന്നിരുന്നത്. അതില്ലെങ്കിൽ ഒരു നേരം പോലെ കൊച്ചിരിക്കില്ലായിരുന്നു. അങ്ങനെ ഇവളെ ആരുടെ കൂടെ കിടത്തിയാലും കരച്ചിലാണ്. 3 ദിവസം കരച്ചിലായിരുന്നു. അപ്പം ഞാൻ പതുക്കെ അവളെടുത്ത് എൻ്റെ കയ്യിലൊന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോളെന്തിനാ കരണീന്ന് ചോദിച്ചു. അതിലൂടെ എൻ്റെ കരച്ചിൽ മാറി. അന്ന് തൊട്ട് കൊച്ച് എൻ്റെ അടുത്ത് കിടക്കുള്ളൂ. അങ്ങനെ ഒരു സ്വന്തം മോളെ പോലെ എല്ലാവരെയും അതേമാതിരിയാണ് നോക്കുന്നത്. പക്ഷെ ഇവൾക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യം വന്നുപോയി. അങ്ങനെ ഇവൾക്ക് 14 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ എന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചു. എൻ്റെ കൂടെ ഫസ്റ്റ് ജോയിൻ ആയ സിസ്റ്റർ ഞാനുമാണ് ഇത് നോക്കിക്കൊണ്ടിരുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഞാനും എൻ്റെ കൂടെ ഫസ്റ്റ് ജോയിൻ ആയ ബിജിലി, ഇവിടെ അടുത്തൊരു വില്ലേജിൽ നിന്നാണ് പുള്ളിക്കാരത്തി ജോയിൻ ആയ. ആ പുള്ളിക്കാരത്തി ഞാനും കൂടിയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ ഈ റൂമിലേക്ക് മാറാൻ തുടങ്ങിയത് മറ്റുള്ള കാൻഡിഡേറ്റ്സ് വരവ് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ മുറിയിലേക്ക് മാറിയത്. അങ്ങനെ ഈ കുഞ്ഞു പിള്ളേരെ, പ്രത്യേകിച്ച് ന്യൂ ബോൺ ചിൽഡ്രൻ ആര് വന്നാലും ഞങ്ങളുടെ അടുത്ത് കിടത്തി ഉറക്കി അവരൊരുതും വലുതായി കഴിയുമ്പോൾ അവരങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ ഇവർ 2 പേരും എന്ത് ചെയ്താൽ ഷിഫ്റ്റ് ചെയ്താൽ പോകത്തില്ല. 2 പേരുണ്ട്, ഒന്ന് മേഘന ഒന്ന് സോണു. ഇവരങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവരന്ന് മുഴുവൻ കരച്ചില അവിടെ കിടന്നു. അപ്പം പിന്നെ അവർ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളുടെ റൂം 4 പേരുടെ മുറിയാണിത്. അവള് ടോയ്ലറ്റിൽ പോകാനൊക്കെ അവർ 2 പേരും നമുക്ക് സമയത്ത് പറയും ടോയ്ലറ്റ് കൊണ്ടുവരുത്താൻ. മറ്റുള്ള പിള്ളേരൊന്നും ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ചോദിക്കാൻ പറ്റത്തില്ല. അവർ തുണിയിൽ തന്നെ പോകുള്ളൂ. ഇവരങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നിക്കുന്ന ഇവരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയാനും പഠിച്ച് നമ്മൾ കൊടുത്ത ആ പ്രത്യേക പരിഗണനയായിരിക്കണം, നമ്മുടെ കൂടെ കിടക്കുന്നതുകൊണ്ടായിരിക്കണം ഇവർക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ പറയാനുള്ള ആ കഴിവ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള മാനസിക വികലാംഗ പിള്ളേർക്ക് നമ്മൾ എന്തോരം സ്നേഹം കൊടുക്കുന്നവരോ അത്രയും അവരിൽ വ്യത്യാസം വരും, ഡെവലപ്മെൻറ്റ് വരുന്നുള്ളൂ. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അതുകൂടാതെ എന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പലരും പ്ലാൻ ഇട്ടു. അതും ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. എന്നെ കൊല്ലാൻ വേണ്ടി 50,000 രൂപ ഒക്കെ നക്സലേറ്റ് ഫെല്ലോയ്ക്ക് കൊടുക്കാമെന്ന് ഒരാൾ പറഞ്ഞ് അവർ റെഡിയായി കൊല്ലാൻ വേണ്ടി എല്ലാ പ്ലാനും ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഏത് മാജി നക്സലേറ്റിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല പണി. കാരണം എന്നെ അമ്മ അതിനകത്തുനിന്ന് പുറത്ത് കൊണ്ടുവന്ന് എനിക്കൊരു ചെറിയ ഷോപ്പിട്ട് തന്ന് എന്നെ ഇന്ന് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരത്തി വഴിയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ അമ്മേനെ ഒരിക്കലും ഞാൻ കൊല്ലാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ ആളെ കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പ്രത്യേകക്കാരനോട് ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്ന മനുഷ്യൻ പേടിച്ചിട്ട് വന്ന് ഇവിടെ എല്ലായിടത്തും പബ്ലിസിറ്റി ചെയ്തു. അമ്മേനെ കൊല്ലാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുകയാണ്, അമ്മേനെ രക്ഷിക്കാൻ പറഞ്ഞ്. അയാൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻഫർമേഷൻ കൊടുത്തു. അങ്ങനെ കൊല്ലാൻ വന്ന ആൾ പേടിച്ചിറങ്ങിപ്പോയി. അതും സംഭവിച്ചിരുന്നു എനിക്ക്. ഞങ്ങൾ 2 പേരുള്ള സമയത്ത്, അത് 2006 സംഭവം നടന്നത്. അവിടെയും ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഹിന്ദുസ് മുസ്ലിംസ് എന്നെ സ്വന്തം അമ്മയെ പോലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു അവരാണ് ആ സമയത്ത്.